ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. നമുക്ക് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. സൈപ്രോയിൽ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെയും കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരത്തെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എൻസൈംസ് യൂസ് ടു കട്ട് DNA മോളിക്യൂൾ ഇൻ RDNA ടെക്നോളജി. RDNA ടെക്നോളജിയിൽ നമ്മൾ ഏത് എൻസൈം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ DNA മോളിക്യൂൾ കട്ട് ചെയ്യുന്നത് അല്ലേ? ഏതാണ് ആൻസർ? ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചെങ്കിലും കുറച്ചും കൂടി നമ്മൾ ക്വസ്റ്റ്യനൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഇനി ലൈഗേസ് ആണോ എന്നൊക്കെ സംശയം വരും. ലൈഗേസ് എന്ന് പറയുന്നത് എന്താണ്? അത് മോളിക്കുലാർ ഗ്ലൂ എന്ന് നമുക്ക് പറയാം. അതായത് എന്താ? ജോയിൻ ചെയ്യുന്ന ആളാണ്. ഓക്കെ, അതായത് രണ്ട് DNA മോളിക്യൂളിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആൾ. ഓക്കെ, നമുക്ക് പറയാം മോളിക്കുലാർ ഗ്ലൂ. അപ്പോൾ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമ്മൾ എന്താ പറയുന്നത്? മോളിക്കുലാർ സിസേഴ്സ്. ഓക്കെ, മോളിക്കുലാർ സിസേഴ്സ്. നമ്മുടെ DNA തന്നെ സ്പെസിഫിക് റെക്കഗ്നിഷൻ സൈറ്റ് ഉണ്ടാവും. അതായത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന് കട്ട് ചെയ്യാൻ പാകത്തിന് ആ ഒരു DNA സീക്വൻസ് ഒക്കെ ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ ഓരോരോ എൻസൈമും വന്ന് കട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയാം, എന്താണ്? എക്കോ R1, പിന്നെ നമ്മുടെ HindIII, ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. കുറേ ഉണ്ട്. അതിൽ തന്നെ ബ്ലണ്ട് എൻഡ് കട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് DNA കട്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്ലണ്ട് എൻഡ് ആകുന്ന എൻസൈംസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിക്കി എൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. ഓക്കെ, ഇനി ഫോസ്ഫറ്റേസ് എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാനായിട്ട്. അതായത് നമ്മളിപ്പോൾ ഡീഫോസ്ഫോറിലേഷൻ റിയാക്ഷൻസിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഫോസ്ഫോറൈലേഷൻ, ഡീഫോസ്ഫോറൈലേഷൻ. ഓക്കെ, അങ്ങനെയുള്ള റിയാക്ഷൻസിലൊക്കെ എന്താണ്? ഫോസ്ഫറ്റേസ് വന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ കട്ട് ചെയ്യുന്നു. ഇനി റൈബോ ന്യൂക്ലിയേസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പറയാം RNAs എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് എന്തിനാണ്? RNAനെ കട്ട് ചെയ്യാനാണ് നമ്മൾ റൈബോ ന്യൂക്ലിയേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഓക്കെ, അപ്പോൾ ബയോടെക്നോളജി അറിയില്ലാത്ത ആളുകൾ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് തോന്നും. ഓക്കെ, പക്ഷെ നിങ്ങളിങ്ങനെ ആൻസർ ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ ശ്രദ്ധിക്കുക പോലുമില്ല, മിസ്റ്റേക്ക് വരുത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, മാക്സിമം ക്വസ്റ്റ്യൻസും അതായത് ടെസ്റ്റ് സീരീസും ചെയ്ത് പൊക്കോളണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബേണിംഗ് ഓഫ് വേസ്റ്റ് ഈസ് നോട്ട് ആൻ അക്സെപ്റ്റബിൾ പ്രാക്ടീസ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. എന്തുകൊണ്ടാണ്? അല്ലേ, വേസ്റ്റ് കത്തിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ എൻവയോൺമെൻറ്റിന് അത് ദോഷമാണ് അല്ലേ? അതുകൊണ്ട് ഇതിന് നമുക്ക് ഓപ്ഷനൊന്നും നോക്കണ്ട അല്ലേ, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ആൻസർ? ഇറ്റ് കോസസ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടെക്നിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്നിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പം നമ്മൾ ടെക്നിക്സ് പഠിക്കുമ്പോഴത്തേക്കും ടെക്നിക്സും അതുപോലെ തന്നെ നമ്മുടെ പൊള്യൂട്ടൻറ്റും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സാമിന് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഓക്കെ, അത് ചിലപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. മനസ്സിലായോ? അതായത് ടെക്നിക്സും പൊള്യൂട്ടൻറ്റും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വിച്ച് ക്രോമാറ്റോഗ്രഫി മെത്തേഡ് ഇൻവോൾവ്സ് എ ടെക്നിക് in which stationary phase is held in a narrow tube and mobile phase is forced through under pressure. ഓക്കെ, അപ്പോൾ പ്രഷർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ഓർക്കുന്നത്? അല്ലേ, നമ്മുടെ HPLC ആയിരിക്കും നമ്മൾ ഓർക്കുന്നത് അല്ലേ? ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ കൊടുക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു നാരോ ട്യൂബ് സ്റ്റേഷനറി ഫേസ് ഒക്കെ ഇങ്ങനെ വെച്ചേക്കുന്നു അല്ലേ? അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മളൊരു മൊബൈൽ ഫേസ് കൊടുക്കുവാണ് അല്ലേ? അത് കുറച്ച് ഫോഴ്സിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇതിന് ആൻസർ വരുന്നത് കോളം ക്രോമാറ്റോഗ്രഫി ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ HPLC ഇതിലില്ലല്ലോ, അപ്പോൾ ഏത് എഴുതണം? അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളൊക്കെ നമ്മൾ അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ? ഏറ്റവും ഓപ്റ്റായിട്ടുള്ള ആൻസർ ഇല്ലെങ്കിൽ അടുത്തത് എന്താ?
അത് ഏത് പ്രോസസ്സാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നത്? ഏതാണ്? കോളം ക്രോമാറ്റോഗ്രഫി. അങ്ങനെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ക്യാൻ പ്രൊവൈഡ് മാഗ്നിഫിക്കേഷൻ അപ് ടു, എത്രത്തോളം മാഗ്നിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? അതായത് നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഒരു 1000 മടങ്ങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ് വരുന്നത് ഇവിടെ? നമുക്കിവിടെ പറയാം ഒരു 4 lakhs ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 1 lakh തൊട്ട് അങ്ങ് 4 lakhs വരെയൊക്കെ എന്നുള്ള ആ ഒരു റേഞ്ച് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓപ്ഷനിൽ എന്താണുള്ളത് അത് നോക്കി എഴുതാനുള്ള ആ രീതിയിലുള്ള ഒരു ടെക്നിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, ഇവിടെ ആൻസർ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊരു 1 ലക്ഷമാണ് ഇവിടെ കൊടുത്തേച്ചെങ്കിൽ അത് നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ, 4 ലക്ഷം ആണെങ്കിൽ അങ്ങനെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുത്തോളണം. അപ്പോൾ ഇവിടെ മാഗ്നിഫിക്കേഷനെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ, ന്യൂമറിക്കൽ അപ്പർച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം അല്ലേ. ഡാഷ് ഡിസ്ക്രൈബ്ഡ് സെൽ ഇൻ എ ഡെഡ് കോർക്ക് ടിഷ്യൂ. ആരാണ്? റോബർട്ട് ഹുക്ക്. ഓക്കെ, അപ്പോൾ ലൂയിസ് പാസ്റ്റർ എന്താണ് ചെയ്തേക്കുന്നത്, ലീവൻ ഹുക്ക് എന്താ ചെയ്തേക്കുന്നത്, ജെൻസൺ എന്താ ചെയ്തേക്കുന്നതെന്നൊക്കെ നോക്കിക്കൊള്ളണം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാപ്പൻസ് നാച്ചുറലി ഡ്യൂ ടു ഏജിങ് ഓഫ് ലേക്സ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ടോപ്പിക് എന്താണ്? യൂട്രോഫിക്കേഷൻ. ഓക്കെ, ഇത് പല രീതിയിലും, ഓക്കെ, അതായത് നമ്മുടെ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം ഉണ്ടല്ലോ, ആ ഒരു ആളും അതുപോലെ തന്നെ യൂട്രോഫിക്കേഷനും ഒക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും പല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാപ്പൻസ് നാച്ചുറലി ഡ്യൂ ടു ഏജിങ് ഓഫ് ലേക്സ്. എന്താണ്? യൂട്രോഫിക്കേഷൻ. കുറേ ന്യൂട്രിയൻസ് ഒക്കെ വന്ന് അല്ലെ, നൈട്രേറ്റും ഫോസ്ഫേറ്റ് ഒക്കെ വന്ന് എന്താകും അവിടെ? ആൽഗൽ ഗ്രോത്ത് ഒക്കെ അങ്ങ് കൂടും ലേക്സിൽ. അത് കഴിഞ്ഞ ശേഷം എന്തായി? പിന്നെ അടുത്ത രീതിയിൽ ചെടികളും കാര്യങ്ങളൊക്കെ വളർന്ന് അങ്ങനെ ആ ലേക്ക് അല്ലേ നശിച്ചു പോകുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സിറ്റീവ് കൺസർവേഷൻ മെത്തേഡ് ഫോർ എൻഡേഞ്ച്ഡ് സ്പീഷ്യസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ പഠിച്ച ആളുകൾക്കും പഠിക്കാത്ത ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. അതായത് കാണുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. എന്താണ് ആൻസർ വരുന്നത്? അതായത് ഇപ്പോൾ ബയോസ്ഫിയർ റിസർവ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? അവർ വളരുന്ന ആ ഒരു എൻവയോൺമെൻറ്റിൽ തന്നെ നമ്മൾ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ ഇതിനെ പറയുന്നത്? ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡാണ് ഇത് മൂന്നും. ഓക്കെ, ഇൻസിറ്റു കൺസർവേഷൻ. ആൻസർ എന്താണ്? ക്രയോ പ്രിസർവേഷൻ. അതായത് ഇപ്പോൾ സെൽസോ, ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ ആണെങ്കിൽ സീഡ്സോ, ഇപ്പോൾ ആനിമൽസ് ആണെങ്കിൽ സ്പെർമോ, ഓവമോ, എന്ത് വേണമെങ്കിലും പ്രിസർവ് ചെയ്ത് എടുത്ത് വെക്കാം. ഓക്കെ, അതാണ് ഇവിടെ ക്രയോ പ്രിസർവേഷൻ. ഓക്കെ, ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എൻവയോൺമെന്റ് സയൻസിൽ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്. എന്താണ് ആൻസർ വരുന്നത്? അതായത് നമുക്ക് എങ്ങനെ ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാം. ക്വസ്റ്റ്യൻ മര്യാദക്ക് വായിക്കണം, അല്ലെങ്കിൽ നമ്മളിവിടെ തെറ്റിപ്പോവും ആൻസർ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രാക്ടീസിലൂടെ നമുക്കതൊക്കെ കൺട്രോളിൽ വരുത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, കാണുമ്പോൾ തന്നെ ആൻസർ എഴുതി അങ്ങ് പോകും, അത് തെറ്റിപ്പോവും. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വേണം പോകാൻ. നമ്മളിപ്പോൾ ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ ചിലപ്പോൾ ബ്രെയിനിൻ്റെ ആ ഒരു കേപ്പബിലിറ്റീസിനൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടാവും, നമുക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. എന്തൊക്കെയാണ് ഇവിടെ? ഇൻക്രീസിങ് സോളിഡ് വേസ്റ്റ്. അപ്പോൾ അത് ഗ്ലോബൽ വാർമിംഗ് കൂട്ടുമോ കുറയ്ക്കുമോ? കൂട്ടും അല്ലേ. അപ്പോൾ അതല്ല. ഇൻക്രീസിങ് ഫോസിൽ ഫ്യൂവൽ കൺസപ്ഷൻ, അതും കൂട്ടും. ഓക്കെ, ഇവിടെ എന്താണ് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബേണിംഗ് ഹ്യൂമൻ ജനറേറ്റഡ് വേസ്റ്റ്, അതും പ്രശ്നമാകും. ഇനി എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? റെഡ്യൂസിങ് ഫോസിൽ ഫ്യൂവൽ കൺസപ്ഷൻ. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ഇൻക്രീസിങ് ഫോസിൽ ഫ്യൂവൽ കൺസപ്ഷൻ എഴുതും. എന്താണ്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ള എന്താണെന്നായിരിക്കും ചോദിച്ചേക്കുന്നതെന്ന് നമ്മൾ ഓർക്കും. അറിയാതെ നമ്മൾ അങ്ങനെ തന്നെ അല്ലേ, നമ്മൾ അങ്ങനെ തന്നെ പ്രോസസ്സ് ചെയ്ത് പോകും. ഓക്കെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കണ്ടാമിനേഷൻസ് ലീഡ് ടു മിനമാറ്റ ഡിസീസ്. എന്താണ്? മെർക്കുറി.
ഓക്കെ. അപ്പോൾ മെർക്കുറിയിൽ തന്നെ പല രീതിയിലുള്ളതുണ്ട്. നമുക്ക് ടോക്സിക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബയോകെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. പലതരത്തിലുള്ളതുണ്ട്. വേപ്പർ ഫോമിലുള്ളതുണ്ട്, മീഥൈൽ മെർക്കുറി ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വേരിയൻ്റ് വരുന്നത്, ഏതൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൽ നമുക്ക് പറയാലോ എത്രത്തോളം ആകാം എന്നുള്ള ആ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, എത്ര ppm വരെ ആകാം, എത്ര മില്ലിഗ്രാം ആകാം, അങ്ങനെയുള്ള കാര്യം, എത്ര നാനോഗ്രാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അത് എപ്പോഴും ഈ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും മസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ലെഡ് ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ കോപ്പർ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസീസ് എന്താണ്. ഈ ഒരു 2 രീതിയിലുള്ള ക്വസ്റ്റ്യനും നമുക്ക് കുറേ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ അത് ഈ 2 തരത്തിലുള്ള ക്വസ്റ്റ്യനും എപ്പോഴും വരും. അതായത് എന്ത് ഡിസീസാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മെർക്കുറി മാത്രമല്ല, ഇഷ്ടം പോലെ ആളുകളും അതിൻ്റെ ഡിസീസും കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ മെർക്കുറിയുടെ കാര്യമൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ഡിസീസാണ് മിനമാത്ത ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ. ചിലതിൻ്റെയൊക്കെ പല പല നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും പല പല കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് പഠിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണിത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം. നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ക്വാളിറ്റിയിൽ ഡ്രിങ്കിങ് വാട്ടർ ക്രൈറ്റീരിയ ഒക്കെ നന്നായിട്ട് നോക്കാനുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ദ പർട്ടിക്കുലേറ്റ് പൊള്യൂട്ടൻറ്റ്? എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ഓസോൺ ആണോ? അല്ല. ഈ ഓസോൺ തന്നെ നമുക്ക് 2 രീതിയിലുണ്ട്. സ്ട്രാറ്റോസ്ഫെറിക്കും ഉണ്ട്, ട്രോപ്പോസ്ഫെറിക്കും ഉണ്ട്. അത് സ്ട്രാറ്റോസ്ഫെറിക്കിലുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത്. ട്രോപ്പോസ്ഫിയറിലുള്ളത് അത് പ്രശ്നക്കാരനാണ് ഓസോൺ. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഫ്ലൈ ആഷ് ആണ്. ഓക്കെ. എങ്ങനെയാണ് ഫ്ലൈ ആഷ് ഉണ്ടാകുന്നത്? ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ. ഓക്കെ. എഥിലീൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അല്ലേ ഫ്രൂട്ട്സ് ഒക്കെ പഴുക്കാൻ നമുക്ക് ആവശ്യമുള്ള ഒരു ഹോർമോണാണ് എഥിലീൻ. ഇനി റെഡോൺ എന്താണ്? നമ്മുടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റാണ്. ഓക്കെ. ഇനി എഥിലീൻ ഗ്ലോബൽ വാർമിംഗ് ചെറിയ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എൻവയോൺമെൻറ്റ് സയൻസിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. സൈപ്രോയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കോഴ്സസ് അവൈലബിൾ ആണ്. അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9048900024. ഓക്കെ.